കുന്തിപ്പുഴയുടെ തീരത്ത് നിന്നും ഒഴുകിത്തുടങ്ങിയ മറ്റൊരു പുഴ, മലയാളിയെ ആമഗ്നം സ്പർശിച്ചൊഴുകിയ ഇതിഹാസം. കേരളം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഉച്ചരിച്ച നാമധേയം സഖാ VMS. നാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ട യുഗപുരുഷൻ, നാരായണ ഗുരു ഏറ്റെടുത്ത ചരിത്ര നിയോഗത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു സഖാ VMS നടന്നു തീർത്ത കേരളം. നമ്പൂതിരിയെ മനുഷ്യരാക്കാൻ നടത്തിയ സാമുദായിക വിപ്ലവത്തിന്റെ ഞാറ്റടിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, പിന്നെ കോൺഗ്രസിന്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്ത് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. രാജ്യം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെ എല്ലാം സമുന്നത നേതാവും പരമാചാര്യനും VMS സഞ്ചരിച്ച നൂറ്റാണ്ട് കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ തലയുയർത്തി നിന്നു. 3 തുണ്ടായി തിരിഞ്ഞ കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത ദേശീയതയായതിന്റെ പിന്നിലും VMSന്റെ ഭീഷണിയുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി. അതിന്റെ ആദ്യത്തെ ചുവടായിരുന്നു ഒരു ലോകമഹാസംഭവമായ 57 കമ്മ്യൂണിസ്റ്റ് സർക്കാർ. കാർഷിക ഭൂബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങിയ ആ പരിവർത്തന മുന്നേറ്റത്തിൽ നിന്നാണ് ആധുനിക കേരളത്തിന്റെ പിറവി. അടിസ്ഥാന മാറ്റങ്ങളുടെ എല്ലാം ആരംഭം. അതില്ലെങ്കിൽ ഇന്നത്തെ ഈ കേരളമില്ല. ആകാശത്തോളം ഔന്നത്യവും ആഴക്കടലിനോളം അഗാധതയുമുള്ള അതുപോലൊരു ജീവിതം VMSന് മുമ്പോ പിമ്പോ കേരളം അതുപോലെ കണ്ടിട്ടില്ല. ചരിത്രം ഇത്ര ശ്രദ്ധയോടെ ചെവി കൊടുത്ത മറ്റൊരു ചരിത്ര പുരുഷനുമില്ല. രാജ്യം വർഗീയ ഫാസിസത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആത്യന്തിക പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ VMSന്റെ ഓർമ്മയും ഒരു പ്രകാശ ഗോപുരമാണ്. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും. വികിയാലും മിണ്ടണം എന്ന് അങ്ങ് പ്രസംഗിച്ചു, കേൾവിപാടാം കാതോർക്കൂ എന്ന് അങ്ങ് ചെവിയോർത്തു, പല്ലഴകല്ലാച്ചിരി എന്ന് അങ്ങ് ചിരി തൂകി, മോശം കൈപ്പടയില്ല എന്ന് എഴുതി തെളിയിച്ചു, മത്സ്യമാംസ ഭക്ഷണം നിഷിദ്ധമല്ലെന്ന് ഉണ്ടു, ഇടറാം പക്ഷേ നീങ്ങൂ എന്നങ്ങ് നടന്നുപോയി. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.